സംസ്ഥാനത്ത് LSS പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്തത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയോട് പരാതി പറഞ്ഞ് മന്ത്രിയുടെ നാട്ടുകാരിയായ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി. പുതിയ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീനെ തേടി അദ്ദേഹത്തിന്റെ നാടായ തിരൂർ മുറിവഴിക്കലിൽ നിന്ന് നിയ ഫാത്തിമ എന്ന കൊച്ചുമിടുക്കിയുടെ ഫോൺ വിളിയാണ് എത്തിയത്. ഹലോ 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 ഞാൻ തിരൂന്നാണ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കാണ്. എനിക്ക് ചെറിയൊരു പരാതി പറയാനുണ്ട്. ഫെബ്രുവരി 26 LSS എഴുതി. ഇതിപ്പോ മാർച്ചായി, ഏപ്രിലായി, മെയ് സ്കൂൾ തുറക്കാനായി. ഇതുവരെ ഞങ്ങൾ LSS എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അതിന്റെ ഇതൊന്ന് പബ്ലിഷ് ചെയ്താൽ പറയോ? ഞാൻ ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. മോളെ പേരെന്താ? നിയ ഫാത്തിമ. തിരൂര് എവിടെ വീട്? പച്ചാട്ടിരിയിലെവിടെ? മന്ത്രിന്റെ വീടിന്റെ അടുത്താണ്. അതെവിടെയാണ്? പച്ചാട്ടിരിയിൽ എവിടെയാ? ടാറ്റ സ്കൂളിന്റെ അടുത്ത്. അവിടെ ആരെ മോളാ? ഹലോ മൂത്താപ്പയാണ്. സുലൈമാന്റെ മൂത്താപ്പൻ, ഫ്രണ്ടിന്റെ അനിയന്റെ മോള്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ, പരിഹരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. പച്ചാട്ടിരി GMLP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന നിയ ഫാത്തിമ 5ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിൽ പ്രവേശനം നേടി അധ്യയന വർഷം ആരംഭിക്കാനുള്ള കാത്തിരിപ്പിലാണ്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. അതിനിടയിലാണ് 3 മാസമായിട്ടും LSS ഫലം പുറത്തുവിടാത്ത ആശങ്ക അറിയിച്ച് മന്ത്രിയെ വിളിച്ചത്. എന്നാ മന്ത്രിയെ വിളിച്ചത്? ആരാ മന്ത്രിയെ വിളിക്കാൻ പറഞ്ഞത്? എന്താ കാരണം? എന്താ പരാതി പറഞ്ഞ മന്ത്രിയോട്? അപ്പൊ മന്ത്രി എന്ത് പറഞ്ഞു? ഞാൻ നോക്കിട്ട് പറയാന്ന്. LSS പഠിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? അത് ബുക്ക് നോക്കി പഠിച്ചത്. എന്നാലും കുറെ സമയം അതിനായിട്ട് ചെലവിട്ടിരുന്നോ? LSS കിട്ടുമോ? കിട്ടും, നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരാത്തതിൽ നിരാശയുണ്ട്. അത് പരിഹരിക്കാനാണ് മന്ത്രിയെ വിളിച്ചത്. മന്ത്രിയെ വിളിക്കണം എന്നൊരു ഐഡിയ തോന്നാൻ കാരണം എന്താ? മന്ത്രി വിളിച്ച പാട് ഫോൺ എടുത്താ? എന്ത് പറഞ്ഞു മന്ത്രി? എങ്ങനെ പ്രതികരിച്ചു? നല്ല രീതിയിലാണോ പ്രതികരിച്ചത്? എന്തൊക്കെ ചോദിച്ചറിഞ്ഞ മന്ത്രി? മന്ത്രിയെ നേരത്തെ പരിചയം ഉണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ പരിചയം? മന്ത്രിക്ക് നിന്നെ പറഞ്ഞപ്പോ മനസ്സിലായ? ഏത് സ്കൂളാ പഠിക്കണത്? പച്ചാട്ടി സ്കൂളിൽ അല്ലേ? ഇനി ഏത് സ്കൂളിലേക്കാ? അവിടെ ചേർന്നാ? അപ്പൊ LSS കിട്ടുന്ന ഉറപ്പാണ്. LSSന് പ്രത്യേക കോച്ചിങ്ങിനൊക്കെ പോയിരുന്നു. നീ പഠിച്ചിരുന്നു? അങ്ങനെ വല്ലതും പഠിച്ചിരുന്നു? രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് ഒക്കെ പഠിച്ചിരുന്നു? നന്നായി മെനക്കെട്ടിട്ടാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ LSS കിട്ടുന്നാലും ഉറപ്പുണ്ട്. ചെമ്മാട് ചെമ്മണൂർ ജ്വല്ലറിയിൽ ജീവനക്കാരനായ വടക്കുംപറമ്പത്ത് ഉമ്മറുൽ ഫാറൂഖിന്റെയും ഹസീനയുടെയും മകളാണ് നിയ ഫാത്തിമ. മൂല്യനിർണ്ണയം ഉൾപ്പെടെ പൂർത്തിയായിട്ടും ഫലം പുറത്തുവിടാത്തതിനാലാണ് പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് മാതാവ് ഹസീന പറഞ്ഞു. ഇവര് ഫെബ്രുവരി 26 എക്സാം എഴുതിയതാണ്. അപ്പോൾ ഒത്തിരി ദിവസമായി, മെയ് ലാസ്റ്റായി സ്കൂൾ തുറക്കാനായി. അപ്പോൾ ഇന്നും പറയും എന്താ റിസൾട്ട് വരാത്തത്, ഭയങ്കര ടെൻഷനാണ്. കാരണം അത്ര റിസ്ക് എടുത്ത് പഠിച്ചതാണ്. കുറേ ക്വസ്റ്റ്യൻസും ടീച്ചേഴ്സും പാരൻസായി ഞങ്ങൾ കുറേ റിസ്ക് എടുത്ത് കുട്ടികൾ പഠിക്കാൻ. അപ്പോൾ ഇവർക്ക് അത് അറിയാത്തതിൻ്റെ ടെൻഷന്. അപ്പോൾ ഞാൻ പറയുന്നു, വിളിച്ചു നോക്കും മന്ത്രിക്ക്, നമ്മൾ പുതിയ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ, നമ്മൾ അറിയുന്ന ആളല്ലേ, ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ഫോൺ എടുത്ത് വിളിച്ചു. ഈ റിസൾട്ടിന് സ്കൂളുമായി ബന്ധപ്പെട്ട് നോക്കിയിരുന്നു? ടീച്ചറോട് ചോദിക്കും. ടീച്ചർ പറഞ്ഞ് അറിയില്ല, അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ വന്നിട്ടില്ല, വന്നാൽ ഞങ്ങൾ അറിയിക്കാൻ ടീച്ചർ പറയും. മോളെ LSSന് നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു? എല്ലാം ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ പഠിക്കാണല്ലോ. പക്ഷെ ആ പഠിക്കണൊന്നും ഇവര് പെട്ടെന്ന് തന്നെ അവർ പേപ്പറൊക്കെ നോക്കലൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇവരെ റിസൾട്ട് അവർ പെട്ടെന്ന് ആക്കില്ല. കൊച്ചു കുട്ടികളല്ലേ, റിസ്ക് എടുത്ത് പഠിച്ചത് തന്നെയാണ്.
ഈ മോളുടെ പ്രിപ്പറേഷനൊക്കെ അവൾക്ക് LSS കിട്ടുന്നല്ലോ ഉറപ്പുണ്ട്? തീർച്ചയായും അവൾക്ക് ഉറപ്പാണ് LSS കിട്ടുന്നത്. മറ്റ് പഠന കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ആൾ പിടിക്കണം. മത്സരമാണെങ്കിൽ സ്കൂൾ പരിപാടികളൊക്കെ പങ്കെടുക്കും. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അവൾ വാങ്ങലുണ്ട്. അപ്പോൾ മന്ത്രിയുടെ മോളെ വിളികൊണ്ടിട്ടുള്ള മന്ത്രിയുടെ ഇടപെടലൊരു പരിഹാരം പ്രതീക്ഷയിലാണ്. പ്രശ്നം പരിശോധിക്കാമെന്നും പരിഹരിക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുള്ളതിനാൽ തന്റെ ഇടപെടൽ ഫലം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നിയ. സഹോദരൻ ഹനാൻ മുഹമ്മദ് SSLC വിജയിച്ച ശേഷം തുടർ പഠനത്തിന് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് LSS പരീക്ഷ നടന്നിട്ടുള്ളത്. വൈകാതെ മൂല്യനിർണ്ണയവും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനായിട്ടും ഫലം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.